സോ ഹേ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാനുണ്ട്. പഠിക്കാൻ മീൻസ് തിങ്കളാഴ്ച അല്ലെങ്കിൽ അടുത്ത രണ്ട് ദിവസം ഇമ്പ്രൂവ്മെന്റ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി പഠിക്കണം. അപ്പൊ സൂപ്പർവൈസറി കൺട്രോൾ SC എന്ന് പറഞ്ഞ സബ്ജക്റ്റും പിന്നെ ബിഹേവിയർ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റും പഠിക്കണം. അപ്പൊ ഞാനത് ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ അതെങ്ങനെ പഠിക്കണേ ജസ്റ്റ് ആ പഠിക്കുന്ന ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ന് ജസ്റ്റ് ആ വീഡിയോയിലോട്ട് ബാക്കി കാണാം. ഓക്കെ, വാ. അപ്പൊ ഹേ ഗായ്സ്, അപ്പൊ നമ്മള് ഇനി ഞാൻ ബാക്കി കമ്പ്യൂട്ടർ സ്കിന്നിൽ കാണിച്ചു തരാം. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോഷനാണ്. നോഷനിലാണ് ഞാൻ സാധാരണ ജേർണലിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യണം. മീൻസ് എന്റെ ലൈഫിൽ ഫുള്ള് സംഭവങ്ങൾ നോഷന്റെ ഉള്ളിലുണ്ട്. അപ്പോ ഞാൻ എല്ലാ ദിവസവും 2023 തൊട്ട് തുടങ്ങിയത്. 2023 ദിവസം നടക്കുന്ന കാര്യങ്ങളെല്ലാം നോഷനിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പൊ എനിക്ക് ആ വർഷം ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം ഒരു സമ്മറൈസ്ഡ് രീതിയിൽ കിട്ടും. അപ്പൊ അതെനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് പോലെ തോന്നി. അപ്പൊ ഈ വർഷം ഞാൻ അധികം ഫോക്കസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഈ വർഷം ഒരു വല്ലാത്തൊരു വർഷമായിരുന്നു. വെച്ചാൽ ഹാപ്പിയും സാഡും എല്ലാം നിറഞ്ഞൊരു വർഷമായിരുന്നു. അപ്പൊ അതെല്ലാം വിടാം. നമുക്കിപ്പോ ഇനി ഈ കാര്യത്തിലോട്ട് നടക്കാം. അപ്പൊ ഇന്ന് ഞാൻ 5 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റായിരുന്നു. പക്ഷെ എന്നിട്ട് പിന്നെ സ്നൂസ് ചെയ്തിട്ട് പിന്നെ പോയി കിടന്നത്. എന്താണെന്ന് അറിയില്ല. നമുക്ക് പിന്നെ നോക്കാം. ഇപ്പൊ സമയം നിൽക്കടാ. ഓക്കെ, ഇപ്പൊ ഇപ്പൊ സമയം 11:42. അപ്പൊ ഇത്രയും നേരം ഞാൻ വീഡിയോ എടുക്കലും മറ്റേ ബാക്കിയുള്ള കാര്യങ്ങളിൽ സമയം സ്പെൻഡ് ചെയ്യും. പക്ഷെ ഇനിയുള്ള സമയം ഫുള്ള് പൊമഡോറോ എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉണ്ട്. അതെന്ന് വെച്ചാൽ 25 മിനിറ്റ് പഠിക്കും, പിന്നെ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യും. അങ്ങനെ പഠിക്കണ ഒരു സൈക്കിളാണ്. അപ്പൊ നമ്മൾ ആ പൊമഡോറോ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം പകുതി ആക്കിയിട്ട് പകുതി SCക്കും പകുതി ബിഹേവിയർ റോബോട്ടിക്സിനും കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പൊ തൊട്ട് തുടങ്ങണം. ഇപ്പൊ 11:42 നമുക്കിത് ഇവിടെ തൊട്ട് തുടങ്ങാം. 12 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് 11 നമുക്കൊരു ഇതിന് 11 മണി ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്കൊരു മൂന്നെണ്ണം വെച്ച് നമുക്ക് പോവാം. 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ച് 2 മണിക്കൂർ ചെലവിട്ട് പഠിക്കാം. ഫസ്റ്റ് SC പഠിക്കാം. ഇവിടെയും SC അത് കഴിഞ്ഞിട്ട് BR പഠിക്കാം. BR ഇതേപോലെ ഫുള്ള് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഇന്നത്തെ 9 മണി വരെ ജസ്റ്റ് ഞാൻ BR SC ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു തുടങ്ങാം. അപ്പൊ ഞാൻ പഠിച്ചു തുടങ്ങുന്നതിന്റെ ടൈം ലാബ്സ് ഞാൻ പുറകിലോട്ട് ഇട്ടേക്കാം. അപ്പൊ അതും കൂടി ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിക്കോ. ഇനിയിപ്പോ 42 ആയിരിക്കണം. ഇനിയിപ്പോ ഞാൻ 12 മണി വരെ 15 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പൊ 15 മിനിറ്റ് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലാപ്പിലോട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് എന്താണ് CapCut ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി നോക്കാം, വീഡിയോ എടുക്കുന്ന പോലെ. ബാക്കി പിന്നെ ഞാൻ ബാക്കിയുള്ള സമയം ഫുള്ള് ടൈം ലാബ്സ് ചെയ്തിട്ടേക്കാം പുറകിൽ. അപ്പൊ അത് എനിക്കും ചുമ്മാ ഒരെണ്ണം കാണാൻ ടൈം ലാബ്സ് ഇട്ടുമ്പോ ഇങ്ങനെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് ചെയ്യുന്നവരെ ജസ്റ്റ് ഒന്ന് കാണാനല്ല. അപ്പൊ ഇതൊക്കെ എല്ലാം എന്റെ ഒരു മെമ്മറിക്ക് വേണ്ടി ചെയ്യണം. ഞാൻ ആരെയും കാണിക്കാനോ അല്ലെങ്കിൽ ഷോ ഇറക്കാനോ വേണ്ടി ഒന്നും അല്ല ചെയ്യണം. എനിക്കൊരു മെമ്മറിക്ക് വേണ്ടി ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് എങ്ങനെയാ പഠിച്ചിരുന്നത് എനിക്കൊന്ന് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പണ്ട് ഇത് കുറെ റിഗ്രറ്റ് ചെയ്ത കാര്യമാണ്. കാരണം ഞാൻ പണ്ട് എങ്ങനെയായിരുന്നെന്ന് എനിക്കൊരു വീഡിയോയിലും
പണ്ട് എങ്ങനെയായിരുന്നത് എനിക്കൊരു ഓർമ്മയിൽ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ ഫിസിക്കലി ഒന്നും റെക്കോർഡ് ചെയ്ത് വെച്ചില്ല. അതെനിക്ക് ചെറിയൊരു റിഗ്രറ്റ് പോലെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ റിഗ്രറ്റും കൂടി മാറ്റാൻ വേണ്ടിയാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യണത്. ഇതിപ്പോ എന്തോരം നൈസ് ആയിരിക്കും എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തോരം നൈസ് ആണെങ്കിലും നൈസ് ആണെങ്കിലും ഞാൻ ജസ്റ്റ് ഇത് എടുക്കാൻ പോണേ, എടുത്ത് ജസ്റ്റ് ഇടാൻ പോയി. ഇടുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർ കാണുക, ഇഷ്ടമില്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും എക്സ്ട്രാ ഇഷ്ടമുള്ളപ്പോൾ ചെയ്തു കമന്റ് അടിക്കാം, എന്തിനാണ് ഇങ്ങനെ കിട്ടണമെങ്കിൽ കമന്റ് അടിക്കാം, അതൊന്നും ഐ ഡോണ്ട് കെയർ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഓർമ്മക്കണ്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഞാൻ എൻഡ് ഓഫ് ദി ഡേ എന്ന് പറയുമ്പോൾ 10 മണിയാകുമ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു സമ്മറൈസ് സംഭവം പോലെ തരാം. ഓക്കെ. അപ്പൊ ഹേ ഗൈസ്, ഇന്നത്തെ സമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ടോട്ടൽ 1 മണിക്കൂർ ഫോക്കസ് ചെയ്തെന്ന് പഠിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കോർട്ടിൽ പോകേണ്ട ഒരു സീൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ എനിക്ക് മൂഡ് ഉണ്ടായില്ല പഠിക്കാൻ, പിന്നെ ഞാൻ പഠിച്ചില്ല. അപ്പൊ ഇന്ന് സക്സസ്ഫുൾ ആയിട്ട് പഠിച്ച ആകെ 1 മണിക്കൂറാണ്. അപ്പൊ 1 മണിക്കൂർ എന്താ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഉണ്ടായി, അതെല്ലാം ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി. പിന്നെ എന്താണ്, പിന്നെ എനിക്ക് നോഷന് കുറച്ച് അലമ്പായിട്ട് ഇറക്കണമെങ്കിൽ അതെല്ലാം സെറ്റാക്കി. അപ്പൊ ആകെ പഠിച്ചത് 1 മണിക്കൂറാ. 1 മണിക്കൂർ എപ്പോഴാന്ന് വെച്ചാൽ 1 മണിക്കൂർ പഠിച്ചത്. അത് രണ്ടും എന്താണ് SC പഠിച്ചത്, സൂപ്പർവൈസറി കൺട്രോളാ പഠിച്ചത്. അപ്പൊ അത്ര മാത്രം പഠിച്ചുള്ളൂ. പക്ഷെ ഇനി നാളെ ഇപ്പൊ ഞാൻ ഇത് എന്താ ചെയ്യാൻ പോണം, നാളെ ഇന്നത്തെ ദിവസം കുറച്ച് ഫെയിലിയർ ആയിരുന്നു, ബട്ട് ടോട്ടൽ ഫെയിലിയർ അല്ല. കാരണം 1 മണിക്കൂർ പഠിച്ചു. നാളെ ഇനി 2 മണിക്കൂർ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കാം. 2 മണിക്കൂർ ഫോക്കസ് ചെയ്ത് പഠിക്കാം. പൊമോഡോറൊക്കെ ഇട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ 2 മണിക്കൂർ ശ്രമിച്ചു നോക്കാം. ഓക്കെ. അപ്പൊ ഇന്നത്തത് ഇത്രയുള്ളൂ. നാളത്തത് ബാക്കി